സങ്കീർത്തനം 76:11. സാംസ് 76:11. സങ്കീർത്തനം 76:11 ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവീൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരുമാറാകട്ടെ. കാഴ്ച കൊണ്ടുവരും. ഇത് പഴയ നിയമത്തിൽ ആസാഫിൻ്റെ ഒരു ഗീതമാണ്. ഇത് വ്യക്തിപരമായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു ദൂതാണ്. ഞാൻ നിങ്ങളോട് പകരുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. നേരുക തന്നെയല്ല, നിവർത്തിക്കണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവ് എൻ്റെ ആദ്യജാതനെ നിനക്ക് തരുന്നു, അതൊരു നേർച്ചയാണ്. കർത്താവ് നിൻ്റെ ആത്മാവിൽ ഇത് കാര്യം ഞാൻ എൻ്റെ ആത്മാവ് നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം എന്നെ തന്നെ സമർപ്പിക്കുന്നു, അതൊരു നേർച്ചയാണ്. നമുക്കുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ ആദ്യ ഫലം ദൈവത്തിന് മുമ്പിൽ കൊണ്ട് കൊടുക്കുക, ഒക്കെ നേർച്ചകളാണ്. പിന്നെ നമ്മൾ കാര്യസാധനത്തിന് വേണ്ടി പലരും ചെയ്യും. കാര്യസാധനത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കാര്യസാധനത്തിനായിട്ട് ചെയ്യുമ്പോൾ അതിന് വില കുറയുന്നു. പക്ഷേ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിനെ പുനഃസ്ഥാപിച്ച് അത് വീണ്ടും ഉറപ്പിക്കാനാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞാൻ വരുമ്പോൾ അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നെങ്കിൽ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് കയറുമ്പോൾ ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. ദൈവത്തെ നമ്മുടെ കാര്യം കാണുന്ന ദൈവമെന്നും ദൈവത്തെ എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ ആത്മാവിൻ്റെ പ്രാണപ്രിയനാണെന്നും കാണുന്നത് രണ്ട് ധ്രുവമാണ്. കിഴക്ക് പടിഞ്ഞാറ് പോലെ അകന്നിരിക്കും. ഏതിനകത്ത് നിൽക്കുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മൾ പുറമേ ഒത്തിരി നന്മ ചെയ്യുന്നവർ, ഒത്തിരിയും പ്രശംസ വാങ്ങിക്കുന്നവർ, അതുപോലെ അനേകർക്ക് നന്മ ചെയ്യുന്നവരൊക്കെ കാണാറുണ്ട്. എത്രമാത്രം ദൈവത്തിന് ഒരു വിലപ്പെട്ടതാണെന്ന് ദൈവത്തിനും അവർക്കേ അറിയത്തുള്ളൂ. നമ്മൾ ആരെയും വിധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ നേർച്ച നേരുക തന്നെയല്ല, അത് നിവർത്തിക്കണം. നമ്മൾ പറയുകയാണ് 50 നോയമ്പ്, ഞാൻ 50 ദിവസം എടുത്തോളാം. 50 ദിവസം എടുക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് തെറ്റിയെന്നിരിക്കും. പക്ഷെ നമ്മൾ വീണ്ടും അനുദപിച്ച് വീണ്ടും കടന്നു വരിക. കർത്താവേ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ദൈവസന്നിധിയിൽ ഞാൻ നിനക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ചോളാം. അതൊരു നേർച്ചയാണ്. അപ്പോൾ ഈ നേർച്ച ഏത് തരത്തിലാണ്? കാര്യം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് കാര്യം നേടുന്നിടം വരെ തീഷ്ണതയോടെ ഇരിക്കാമെന്ന് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ദ മോമെൻറ്റ് അത് അതായത് എൻ്റെ വാ കൊണ്ട് പറയുന്ന നിമിഷത്തിൽ, ഒരുപക്ഷെ നേർച്ച നമ്മൾ അടുത്ത വർഷമേ ചെയ്തു തീർക്കത്തുള്ളതിലും പറയുന്ന നിമിഷത്തിൽ ദൈവം അത് തീർന്നതായിട്ടാണ് കാണുന്നത്. ഹാവ് യു എവർ തോട്ട് ലൈക്ക് ദാറ്റ്? ഇറ്റ്സ് എ വെരി മാർവലസ് തിങ്. അതായത് അബ്രഹാമിനോട് ദൈവാത്മാവ് പറഞ്ഞു, നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന്. ദൈവം തമ്പുരാൻ തൻ്റെ മനസ്സിൽ ഇസഹാക്കിനെ കണ്ടു കഴിഞ്ഞു. പക്ഷെ അബ്രഹാം കണ്ടില്ല. അബ്രഹാമിന് 75 വയസ്സിലാണ് പറയുന്നത്. വർഷങ്ങൾ നീങ്ങിപ്പോയി. അബ്രഹാം ഇസഹാക്കിനെ തൻ്റെ കണ്ണുകൊണ്ട് കാണാത്തതിനാൽ താമസിച്ചു പോവുകയാണ്. അബ്രഹാം വിശ്വസിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അത് കാണാനുള്ള കൃപ വരാത്തതിനാൽ അബ്രഹാമിൻ്റെ ഭാര്യ സേറ പറയുകയാണ്, ഇത്രയും പ്രായമായില്ലേ, അപ്പം ജഡം കയറും, ഇത്രയും പ്രായമായില്ലേ, എന്നാൽ പിന്നെ നമുക്ക് വേറെ വഴി നോക്കാം. അങ്ങനെയാണ് ഇസ്മായേൽ ഉണ്ടാകുന്നത്. അതായത് ഹാഗാറിനെ കൊണ്ട് കൊടുക്കുന്നു. എന്തെല്ലാം കോലാഹലം ഇന്നും നടക്കുകയാണ്. ദൈവം അറിയാതല്ല, പക്ഷെ നമ്മൾ ഓർക്കണം. എന്നാൽ അബ്രഹാമിന് 100 വയസ്സായപ്പം ഒരു ബാലനെ കൊടുത്താണ് ഇസഹാക്ക്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പം അബ്രഹാം ഇടതും വലതും നോക്കിയില്ല. അബ്രഹാം നേർച്ച നേർന്നു, എൻ്റെ ആദ്യജാതൻ ദൈവത്തിൻ്റേത് തന്നെ. ഇതാണ് അബ്രഹാമിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം. എവിടെയെല്ലാം അബ്രഹാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം യാഗപീഠം പണിയുമായിരുന്നു. യാഗപീഠം എന്തിന്? ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ. എന്ത് യാഗപീഠം? വലിയ കാശ് കൊടുത്തുകൊണ്ട് വലിയ കൊട്ടാരം പോലെ വീടുണ്ടാക്കുന്ന അല്ല യാഗപീഠം. 4-5 അതായത് മനുഷ്യനാൽ ചെത്തിപ്പോലും വെടിപ്പാക്കാത്ത സാധാരണ കല്ലുകൾ എടുത്ത് വെച്ചിട്ട് വേണം യാഗപീഠം പണിയുവാൻ. നിൻ്റെ കൈകൊണ്ട് ചെത്തി വെടിപ്പാക്കിയ കല്ലുകൊണ്ടല്ല എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്ത കല്ലുകൾ എടുത്തിട്ട്, ഇപ്പം നമ്മൾ സമൂഹത്തിൻ്റെ അതിനകത്ത് കാണുന്നുണ്ട്, മിസ്പായുടെ അടുത്ത് കടലിൽ നിന്ന്, അതായത് ദൈവം തൻ്റെ ജനതയെ രക്ഷിച്ചതുകൊണ്ട് വെള്ളത്തിനകത്തുനിന്ന് കല്ലുകൾ എടുത്തു വെച്ചിട്ട് കല്ലുകൾ കൂട്ടിവെച്ച് 12 ഗോത്രത്തിന് 12 കല്ല് വെച്ച് യാഗപീഠം പണിതു. അപ്പോൾ ഓരോ കല്ല് ഓരോരുത്തരെ ഓരോ ഗോത്രത്തെ റിപ്രസെൻ്റ് ചെയ്യുക. അത് തന്നെ ഏലിയാവിൻ്റെ സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. 12 കല്ലുകളിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. കല്ലുകൾക്ക് ജീവനുണ്ട്, കല്ലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ കല്ലുകൾ ഇടിഞ്ഞാണോ കിടക്കുന്നത്? നമ്മുടെ ഭവനങ്ങളിൽ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് മാറിയാണോ? നീ മാറ്റി നിർത്തുന്നുണ്ടോ കള്ളപ്പിശാച്? ഏതെങ്കിലും കല്ല് പുറത്താണെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് യാഗപീഠം പണിയുവാൻ ആ കല്ലുകളെ തിരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഞാനിതാ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു നിൻ്റെ സന്നിധിയിൽ. എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം നിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്, ഇത് ഞാൻ നേടിയെടുക്കും. ഓരോന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ആത്മാവിലത് നേടിയെടുത്താൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു വിഷയം എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം. എനിക്കറിയാവുന്ന ഒരു ഫാമിലി അവരുടെ കുടുംബജീവിതത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം ആഴ്ചയിൽ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. അന്ന് വേറെ വിഷയം എടുക്കൂല. നമ്മൾ പഠിക്കാനുണ്ട്. ചില വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. എല്ലാ വിഷയവും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി എന്നാ ഇതിനു വേണ്ടി അങ്ങനെയല്ല. ദൈവം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ മുമ്പിൽ ഇസ്മായേലിനെ കൊണ്ടുവരാൻ ദൈവം പറഞ്ഞില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ കൊണ്ടുവരേണ്ടത് നീ ആദ്യജാതൻ ആരുടെ? ഹാഗാറിൻ്റെ കൺസിഡർ ചെയ്യുന്നില്ല. ആദ്യജാതന് നീ അത്യം സ്നേഹിക്കുക, ഏറ്റവും അധികം സ്നേഹിക്കുന്നതിനുമായ ഇസഹാക്കിനെ എനിക്ക് കൊണ്ടുവരാൻ. അപ്പം അബ്രഹാം ചോദിച്ചു പോലുമില്ല. നേർച്ച നേർന്നതും കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോഴത്തേക്ക് അബ്രഹാമിന് അറിയാമായിരുന്നു ഈ സന്തതി ദൈവത്തിൻ്റെ, ഏതായാലും എൻ്റെ കഴിവുകൊണ്ടുണ്ടാകത്തില്ല, ഇത് ദൈവത്തിൻ്റെ ആണ്, തിരിച്ച് ദൈവത്തിന് കൊടുക്കാമെന്ന്. അതാണ് ഏറ്റവും വലിയ നല്ല തീരുമാനം അബ്രഹാം എടുത്തത്. നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ ഏറ്റവും വലിയ തീരുമാനം നമ്മുടേത് എന്തുവാ? നമ്മുടെ വലിയ തീരുമാനം, ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. സറണ്ടറിങ് അവർസെൽസ് ടു ദ ലിവിങ് ഗോഡ്. അതായത് കുശവൻ്റെ കയ്യിലെ പാത്രമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യത്തെ കുശവൻ പണിത പാത്രം അത് ശരിയല്ലായിരുന്നു. അത് പിന്നെ ഉടച്ച് കളഞ്ഞു. അതായത് പാത്രം ഉടച്ച് കളയുകയാണ് ചെയ്തത്. പാത്രം പിന്നെയും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ചെളിയാറ്റി വെച്ചിട്ട് ഇത് ശരിയാക്കാമെന്നല്ല. അങ്ങനെ ഒരു പരിപാടി. റിപ്പയറിങ് അല്ല, റീക്രിയേറ്റിംഗ് ആണ് ദൈവം ചെയ്യുന്നത്. റിപ്പയറിങ് അല്ല. അതവിടെ ഒരു പാച്ച് വെച്ചൊട്ടിക്കുക, ഇതൊരു പാച്ച് വെച്ചൊട്ടിക്കുക, അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. അത് മുഴുവനും ഉടച്ച് കളഞ്ഞു വെച്ച് പുതിയൊരു അതുകൊണ്ടാണ് ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. ബോൺ അഗെയിൻ മീൻസ് ടു ബി ബോൺ എഗെയിൻ, അതായത് പുതിയൊരു സൃഷ്ടിയായിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം പഴയ സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ട് ഒട്ടുമുക്കാലും നമ്മളിൽ നിന്ന് മാറുന്നതാണ്. കാലക്രമേണ മുഴുവനും മാറും. പഴയ വ്യക്തിയല്ല പുതിയത്. ബിക്കോസ് വി ഹവ് ചേഞ്ച് ദി ക്യാരക്ടർ ഓഫ് ദി ഓൾഡ് ഫ്രം ദി ഓൾഡ് നേച്ചർ ടു ദ ന്യൂ നേച്ചർ. പഴയ ആദത്തിൻ്റെ സ്വഭാവം ഉടച്ചു കളഞ്ഞിട്ട് പുതിയ ആദമാവുന്ന ക്രിസ്തുവിനെ ധരിക്കുക എന്നാണ് പറയുന്നത്. ധരിക്കുക. ആർ യു വെയറിങ് ഹിം? ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. ദൈവത്തെ ധരിക്കുന്നവരാകുക. അത് സ്കെമറ്റിസോ അനോയിൻറ്റിങ് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ 76 നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. തിരുമുൽ കാഴ്ചയുമായിട്ട് കൊണ്ടുവരട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുക. ആദ്യം നമ്മളെ സമർപ്പിക്കുക, നമ്മുടെ ഭർത്താക്കന്മാരെ, മക്കളെ, നമുക്കുള്ളതിനെല്ലാം എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അതാദ്യമേ ദൈവമഹത്വത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഈ യാഗം അർപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുമ്പോൾ ആദിഫലത്തിൻ്റെ ഒരു വലിയ പെരുന്നാൾ അവർക്കുണ്ട്. ആദിഫലത്തിൻ്റെ ഫെസ്റ്റിവൽ. ആദിഫലം എന്ന് പറഞ്ഞാൽ അവർ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം വിളവെടുക്കുമ്പം അതിൻ്റെ ആദ്യത്തെ കറ്റ എടുത്ത് കൊണ്ടുവന്ന് അത് പുരോഹിതനെ ഏൽപ്പിക്കും. പുരോഹിതൻ അത് ദൈവത്തിന് മുമ്പിൽ വീശും. ഇങ്ങനെ അതിൻ്റെ അർത്ഥം ഇത് ആദ്യ വിളവെടുത്തതിൻ്റെ ആദ്യ കറ്റ. അതിൻ്റെ അർത്ഥം ഇതുപോലെ ഇനിയും പുറകിൽ ഒത്തിരി ഉണ്ട്. കാരണം വിളവെടുപ്പ് ഒരു കറ്റയല്ല, പിന്നെ ഒരു 100,000 കറ്റ പുറകിലുണ്ട്. അത് തന്നെയാണ് ആദിജാതനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മുൻപിൽ പോയി പിതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായപ്പം പിന്നെയുള്ള വരുന്ന നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ നിഴലിനകത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അങ്കിക്കകത്ത് ഒളിച്ചവരായി മാറിയിരിക്കുക. അവൻ്റെ മറവിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മൾക്ക് നേർച്ച നേരുന്നത് ദൈവത്തോടാണ്. ആ ദൈവത്തോട് നേർച്ച നേരുകയും അത് നിവർത്തിക്കുകയും ചെയ്യുന്നത് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ. വാക്ക് പറഞ്ഞവനോട് നാം വിശ്വസ്തത കാണിക്കണം. സംഖ്യാപുസ്തകം 23. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ?
താൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചതാണെന്ന്. ഈ അഹറോനോട് ഏറണിക് ബ്ലെസ്സിങ്, അഹറോനോട് ദൈവം മോശയോട് പറഞ്ഞ് അഹറോനെ കൊണ്ട് നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. അതും ഇതുപോലെ സംഖ്യയിലാണ്, നമ്പേഴ്സ് 7. അപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പം എന്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അനുഗ്രഹിക്കാൻ ഒക്കുന്നില്ല? എന്തുകൊണ്ടൊരു ഭാര്യ ഭർത്താവിനെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നില്ല? ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കുന്നില്ല? മക്കളെ അപ്പനമ്മമാർ കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നില്ല? ഇതൊക്കെ എന്നാ ചർച്ചിന് മാത്രം, പട്ടക്കാർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണോ? അവർ സമൂഹമായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ. പക്ഷെ നമ്മുടെ ജോലി എന്തോന്ന്? നമ്മൾ ചെയ്തില്ല എങ്കിൽ അവർക്ക് വേണ്ടി ആര് ചെയ്യും? ഒരമ്മയപ്പന് സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ആരും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ വിളിച്ചു പറയാം, പറഞ്ഞ സത്യം തന്നെ ഞാൻ പറയുന്നു. മറ്റുള്ളവർ പറയുന്നൊക്കെ പറയും, അവരവരുടെ ചടങ്ങ് പോലെ ചെയ്യും. അതുപോലെയാണ് ഒരമ്മയപ്പൻ ചെയ്യുന്നത്. ദൈവം നമ്മളെ പിന്നെ അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഒക്കെ തന്നെ ഈ സംഖ്യാപുസ്തകത്തിനകത്ത് 6:24 യഹോവ നിന്നെ, അർത്ഥം നീ അഹറോനോടും പുത്രനോടും പറയേണ്ടത്, ദൈവം പറഞ്ഞതാണ്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ശപിക്കുകയല്ല, അനുഗ്രഹിച്ച് പറയണം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. വചനം ചെന്ന് കൊള്ളട്ടെ. യഹോവ നമ്മളെയും നമ്മുടെ തലമുറകളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. രണ്ടാമത്തെ വാക്യം യഹോവ തിരുമുഖം കർത്താവിൻ്റെ മുഖം അതായത് കർത്താവിൻ്റെ മുഖം കർത്താവിൻ്റെ മുഖം എനിക്ക് അനുകൂലമാകുക എന്ന് പറഞ്ഞ് ചെറിയ കാര്യമല്ല. അപ്പം നമ്മളൊരു കടയിലോ അല്ലെ ഒരു യാത്രയ്ക്കോ പോകുമ്പോൾ പ്ലെയിനിൽ കയറുക അല്ലെങ്കിൽ ബസ്സിൽ കയറുക, 50 പേര് അതിനകത്ത് കാണുമെങ്കിലും ഒരൊറ്റ ആളുടെ മുഖം നമ്മൾ കാണൂല. ബിക്കോസ് വി ആർ ഇൻ എ ഡിഫറെൻറ്റ്. നമുക്കറിയാവുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കത്തില്ല. ഇത് 1000 പേരുടെ നിൽക്കുമ്പോൾ യേശു എന്നെ കണ്ടു, എന്നെ നോക്കി ചിരിച്ചു, അല്ലെ എൻ്റെ അപ്പച്ചൻ്റെ കണ്ണിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാ ഉന്നത പദവിയല്ലേ! ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ എവിടെയായിരിക്കുന്നു? ദൈവത്തിൻ്റെ മുഖം അവരുടെ മുമ്പിലുണ്ട്. എന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും സ്റ്റേജിലാകട്ടെ, പക്ഷെ ദൈവം തൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിരിക്കുകയാണ്. അത് ഞാൻ ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലപ്പോഴും എനിക്ക് വിഷം കിട്ടി, എപ്പോഴും കിട്ടത്തില്ല. എന്നാൽ എപ്പോഴും വിഷം കിട്ടുന്നവരും പറയുന്നതിന് മുമ്പേ യേശുവിനെ കാണുന്നവരും എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുണ്ട്. എനിക്ക് അവരോടൊക്കെ സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഈ വചനം തന്നെ പറയാം. ഇടയ്ക്ക് ഒരു വിഷൻ കൂടെ കിട്ടുമ്പോൾ 1000 വേർഡ്സിന് സമമാണ് ഒരു വിഷൻ കിട്ടുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെല്ലാവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാരണം ഒരേപോലെ പരിചയമാക്കുമ്പോൾ നമുക്ക് പിന്നെ പേടിയില്ല, അവിടെ വിശ്വസ്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആത്മാവിൽ കാണുന്നുണ്ട്, പിതാവാം ദൈവം വളരെ തീക്ഷ്ണമായിട്ട് നമ്മളിങ്ങനെ നോക്കുക. ആ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ എന്നെ നോക്കുമ്പോൾ എന്നെ അല്ലാതെ വേറെ ആരും നോക്കത്തില്ല എന്നുള്ള ഒരു അവയർനെസ്സാണ്. അത് ഇപ്പോൾ 10 കുഞ്ഞുങ്ങളുണ്ട്, എല്ലാത്തിനും ഒരു വയസ്സെന്ന് വിചാരിക്കുക. ഒരമ്മ ചെന്നാൽ ഈ 10 മക്കളിനെയും കണ്ട ഏകദേശം ഒരുപോലാണെങ്കിലും അമ്മയ്ക്കറിയാം അവരുടെ മോനേതാന്ന്. ആ ഒരു ദൃഷ്ടി അമ്മയുടേത് ആ കുഞ്ഞിൻ്റെ മേലും. ആ കുഞ്ഞ് ഈ അമ്മയെ കാണുമ്പം 10 പേരിൽ ഈ കുഞ്ഞ് അമ്മയുടെ അടുക്കൽ ഓടി വരും. കാരണം എന്താ? there is a connection, there is a vibe which you cannot understand. അതാണ് ദൈവത്തിൻ്റേത്. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ കയറണം, ഞാനും കയറണം. അത് ചോദിച്ചു വാങ്ങിക്കണം, നിർബന്ധമായിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിക്കണം. അതാ പറയുന്നത് അങ്ങനെ തന്നെയാണ്. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം, വീണ്ടും പറയുന്നു, തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അപ്പോൾ എനിക്ക് സമാധാനം. അപ്പം നമ്മളിപ്പോൾ യേശു ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പിതാവാൻ ദൈവം, നമ്മളവിടെ നിന്ന് യേശു ഇങ്ങനെ തന്നെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. എന്നെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല, എന്തൊരു ബോറല്ലേ. എന്നാൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ യേശു എന്നെ കണ്ടപ്പം മുഖം നോക്കി തുറന്ന് ചിരിച്ചെങ്കിൽ അന്ന് എൻ്റെ കാര്യം നടന്നില്ലേ?
അപ്പോൾ നമ്മളിപ്പോൾ ചീഫ് മിനിസ്റ്ററിനെയോ പ്രൈം മിനിസ്റ്ററിനെയോ ഒക്കെ കാണാൻ പോകുമ്പോഴേ നമുക്ക് അപ്പോയിൻമെൻ്റൊക്കെ വേണം, അല്ല അവർ കാണിക്കത്തില്ലല്ലോ. പലപ്പോഴും ഞാൻ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കും. അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് ബിക്കോസ് നമ്മൾ ബാരിസ്റ്റർ ലോ ആണ്, ഇംഗ്ലണ്ടിൽ നിന്ന് പഠിച്ചു വന്നതാണ്, നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഈസി ആയിട്ട് കിട്ടും. കാരണം അത് പൊളിറ്റിക്കൽ ബേസിസിലൊന്നും അല്ല, ബിക്കോസ് വി ഹാവ് എൻ അഡ്രസ്. അപ്പം അങ്ങനെ പലരെയും കാണും. പക്ഷേ അത് അപ്പോയിൻമെൻറ്റാണ്. അപ്പോയിൻമെൻറ്റ് 5 മിനിറ്റ് കൂടുതൽ കിട്ടത്തുമില്ല പലപ്പോഴും, അത്യാവശ്യമാണ്. പിന്നെ കാണാനുള്ള ഒരു ഭാഗ്യത്തിന് നമ്മൾ പോയി കാണും, സംസാരിക്കും, ഇറങ്ങിപ്പോരും. പിന്നെയും കാണണമെങ്കിൽ നമുക്ക് ഒക്കും, പക്ഷെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ദൈവം തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഒന്നും അല്ല. യു ആർ ഓൾവേസ് വെൽക്കം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പം വേണേലും കടന്നു ചെല്ലും. അത് നമ്മുടെ മക്കളെന്ന പദവിയാണ്. ഈ എൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ വരാൻ ഒരു അപ്പോയിൻമെൻറ്റും വേണ്ട. എൻ്റെ മോൻ നാളെ വരും, എപ്പം വേണേലും കയറി വരാം, എനിക്ക് പ്രശ്നം. എന്ന് വെച്ചാൽ പുറത്തൊക്കെ ഉള്ളവർക്ക് വ്യത്യാസം കാണും, എനിക്കങ്ങനെയില്ല. നമുക്കങ്ങനെ, നമ്മുടെ കൾച്ചർ ഡിഫറെൻ്റാണ്. എപ്പം വേണം എൻ്റെ ഭവനത്തിൽ കയറി വരാം. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് ഈ വാക്യം, ഈ ഒരൊറ്റ വാക്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് 76:11. നമ്മൾ ദൈവത്തിന് മുമ്പിൽ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു. ഇപ്പോൾ പുതിയ നിയമക്കാർ ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതെന്നോട് ദൈവം പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവീൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു. ആണ്. കർത്താവിൻ്റെ സന്നിധി വലുതല്ലേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദൈവം എത്ര സീരിയസ് ആയിട്ട്, എത്ര ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ആദ്യനും അന്ത്യനും എല്ലാമാകുന്ന ദൈവം ഞങ്ങളെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. നീ ഞങ്ങളോട് പറയുന്നു, നീ എൻ്റെ അടുക്കലേക്ക് കടന്നു വാ, നീ നേർന്നിട്ട് നീ അത് കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യുക. നമ്മുടെ ആദ്യജാതന്മാരെ നിനക്ക് സമർപ്പിക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമുക്കുള്ളതെല്ലാം നിൻ്റേതായിട്ട് സമർപ്പിക്കുക, അത് ദൈവസന്നിധിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ദൈവത്തിന് എന്തൊരു സന്തോഷമാണ്. പിന്നെ ഒരു പരീക്ഷണമൊന്നും അല്ല. പിന്നെ അപ്പൻ മക്കളെ കൊണ്ട് നടക്കുന്നത് പോലെ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ, കയ്യേൽ വരവച്ച പോലെ പ്രശ്നത്തിൻ്റെ നടുക്ക് നടുന്തൂണായിട്ട് നിന്ന് ഞങ്ങളെ ഇക്കരയിൽ നിന്ന് അക്കരയിൽ എത്തിക്കുന്ന ദൈവം. അതാണ് നമ്മുടെ ദൈവം. വെള്ളത്തിൽ ഇങ്ങനെ ഇപ്പം ചാകുമെന്ന് ആളുകൾ നോക്കി എന്ന് പറയുമ്പം അടിയിലൊരു ശാശ്വത പൂജ അങ്ങോട്ട് കൊണ്ടുവന്ന് പൊക്കിയെടുത്ത് അപ്പുറത്തെത്തിക്കുന്ന ദൈവം. അങ്ങനെയല്ലേ? പത്രോസ് യേശുവിനെ കണ്ടിട്ട് വെള്ളത്തിലിട്ട് ഇറങ്ങിച്ചാടി. വെള്ളത്തിൽ ഇപ്പോൾ ചാകും, ചത്തുപോകുമെന്ന് വിചാരിച്ചപ്പം കർത്താവ് കൈ കൊടുത്ത് പൊക്കിയെടുത്തു. എന്നാൽ മറ്റ് ശിഷ്യന്മാർ ഈ പത്രോസ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വിതിൻ നോ ടൈം, അധിക സമയം എടുക്കാതെ പടക് കരയ്ക്കെത്തുകയും ചെയ്തു. എത്ര നേരം എടുത്തു? ഒട്ടും സമയം എടുത്തില്ല. അപ്പോൾ ഇതുവരെ നടുക്ക് നിന്ന പടക് യേശു കയറിയപ്പോൾ പെട്ടെന്ന് അപ്പുറത്തെത്തി. അതുപോലെ എന്തെല്ലാം പ്രശ്നമാണേലും കർത്താവേ, നീയാണ് പടകിൽ ചവിട്ടി നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന നിമിഷത്തിൽ പടക് കരയ്ക്കെത്തി. അതെപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പച്ചൻ്റെ മുമ്പിൽ. എപ്പോഴാണ് അപ്പച്ചൻ പടകിൽ, എൻ്റെ പടകിൽ, എൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പടകിൽ അപ്പച്ചൻ കാലുകുത്തിയത്? ആ കാലുകുത്തിയ നിമിഷത്തിൽ പടക് അപ്പുറത്തെത്തി. അതാണ് അക്കരയ്ക്ക് എത്തിക്കുന്നൊരു ദൈവം. പടകിൽ അമരക്കാരനായിട്ട് നിന്ന ദൈവം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ആ തിരിച്ചറിവാണ് ഭാഗ്യപദവി. ഞങ്ങൾ കർത്താവെ നിന്നെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ചു മാറ്റി നിന്നോട് നേരുകയും അത് നിവർത്തിക്കുകയും ചെയ്യുവാൻ ബലം തരുന്ന സ്നേഹത്തിന് സ്തോത്രം. ഇതൊക്കെ മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കത്തില്ല. പക്ഷെ ദൈവം ഒരു വഴി ഒരുക്കിയാൽ അത് നടത്തി ഞങ്ങളുടെ തലമുറയോളം ഇനിറ്റേണിറ്റി ദൈവത്തിൻ്റെ മക്കളാക്കി അപ്പച്ചൻ മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം. അവരിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വിത്തുകൾ നല്ല നിലത്തിട്ടിരിക്കുന്ന നല്ല സമയത്ത്, തക്ക സമയത്ത് നൂറുമേനിയായിട്ട് ഫലപ്രദമായിട്ട് വരുന്നതിന് നന്ദി. പക്ഷേ ഒരു നല്ല മൈതാനമുണ്ടാക്കി, അതിൽ തോട്ടമുണ്ടാക്കി, അതിൽ മനോഹര വൃക്ഷങ്ങൾ നട്ടുവളർത്തി സന്തോഷിപ്പിക്കുന്ന സ്നേഹത്തിന് നന്ദിയോട് സ്തോത്രം. ചിലരൊക്കെ ആ ഊഞ്ഞാലിലിരുന്ന് ആടുന്നതായിട്ടും കാണുന്നുണ്ട് കർത്താവ്. അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ഒരപ്പൻ ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഷ്ടങ്ങൾ മാറി, ദുരിതങ്ങൾ മാറി, സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. സകലതും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.